ഫ്രെയിമിൽ 3 പുലികൾ, അതിലൊന്ന് കരിമ്പുലി. അത്തരം അപൂർവമായ ഒരു നിമിഷത്തെ സ്വന്തം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിച്ച വ്യക്തിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയായ സനൂപ് ദേവസ്യ. സനൂപ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സത്യത്തിൽ ആ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്. ഇത് എത്ര നേരം കാത്തിരുന്നു? എവിടെ വെച്ചായിരുന്നു ഈ ഒരു വിഷ്വൽ എടുത്തത്? നമ്മൾ ഭദ്ര ടൈഗർ റിസർവിലാണ് ഇത് ഈ വിഷ്വൽ എടുക്കാൻ പറ്റിയത്. 3 പുലികളിൽ ഒന്ന് അമ്മത്തള്ളയും പിന്നെ ഒരു കരിമ്പുലി മകൻ പിന്നെ ഒരു മകള്, അങ്ങനെ 3 പുലികളെ നമുക്ക് ഒന്നിച്ച് കിട്ടിയേക്കുവാണ്. അതിൽ 2 പുലികൾ ഒന്നിച്ച് വെള്ളം കുടിക്കുന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഏതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെയും ഒരു ഡ്രീം ഷോട്ടാണ്. നമുക്കത് ഭദ്ര ടൈഗർ റിസർവ് വെച്ച് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടൈം ഭദ്ര ടൈഗർ റിസർവിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടെ ചെന്ന് ബോട്ടിംഗ് ഉണ്ട്. അവിടെ ലക്കാവലി എന്നുള്ള റീജിയനിലൊരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്നതാണ്. ആ ബോട്ടിങ്ങിൽ വൈകിട്ടത്തെ 4:30 മണിയുടെ ബോട്ടിങ്ങിൽ ഞങ്ങൾ ചെന്നു. അപ്പോൾ അവിടെ ഓൾറെഡി ബ്ലാക്ക് പാന്തർ ഉണ്ട് എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ 2-3 ദിവസം സൈറ്റിംഗ് റെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഷോർട്ട് വിഷ്വൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അന്നത്തെ ദിവസം കറക്റ്റ് നമ്മൾ നമ്മൾ ബോട്ട് സഫാരി തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇത് ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാനായിട്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇറങ്ങി വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ 3 ലെപ്പേഡുകളോട് ഒന്നിച്ചിറങ്ങി വന്നു. അതിൽ ആ ബ്ലാക്ക് പാന്തറും ആ മദറും കൂടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് ഓൾറെഡി നാഷണൽ ലെവലിൽ അത് വൈറലായിട്ടുണ്ടായിരുന്നു. പെട്രോളിയം മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ വൈൽഡ് ലൈഫിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നുണ്ടോ? എങ്ങനെ? ഞാൻ റിഗിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 1 മാസം ജോലി ചെയ്താൽ 1 മാസം ലീവാണ്, നാട്ടിലുണ്ടാവും. അപ്പോൾ നാട്ടിൽ ഈ ഒരു നമുക്ക് ഈ ഒരു എൻജോയ്മെൻറ്റ്, അല്ലെ പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം കളയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ റെഗുലർ ലൈഫും കളയാത്തത്. 1 മന്ത് ജോബ് കഴിഞ്ഞു നേരെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഫോറസ്റ്റ് 1-2 ഫോറസ്റ്റ് എല്ലാ മാസങ്ങളിലും പോകാറുണ്ട്. ഫോട്ടോഗ്രാഫിയോടൊരു സ്നേഹം, ഇഷ്ടമൊക്കെ തുടങ്ങിയപ്പോൾ? ഫോട്ടോഗ്രാഫി ചെറുപ്പം തൊട്ട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു 35 ഒക്കെ എത്തിയിട്ടാണ് സീരിയസ് ആയിട്ട് ഫോട്ടോഗ്രാഫിയിൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരേക്കും നമ്മൾ ഫാമിലിയും ലൈഫൊക്കെ ഒന്ന് സെറ്റായി പിന്നെ നമുക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടി തുടങ്ങിയപ്പോഴാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഫോറസ്റ്റിലേക്ക് ഇറങ്ങി. ഓരോ തവണയും നമ്മൾ ഓരോ ഫോറസ്റ്റിലും പോകുമ്പോൾ പുതിയ കാഴ്ചകളാണ് ഉള്ളത്. ഈ മസിനുകുടിയിൽ നിന്നൊരു കരടിയുടെ വിഷ്വലുണ്ട്, ഭയങ്കര രസമുണ്ട്. അതെ, കരടി ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചാണ് കരടിയുടെ നല്ല വിഷ്വൽസ് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഫെബ്രുവരി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിനഗുഡിയിൽ പഴങ്ങളെല്ലാം ഈ കാഴ്ച നിൽക്കുന്ന സമയമാണ്. അപ്പം അവിടെ ഈ ഇളന്തപ്പഴം കഴിക്കാനായിട്ട് ഈ കരടി വഴിയരികിലുള്ള മരങ്ങളിൽ മൊയാർ റൂട്ടിലെ മരങ്ങളിലെല്ലാം കരടി കയറുന്ന ഒരു ടൈമാണത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കറക്റ്റായിട്ട് കരടിയെ പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷേ ഇത്രയും നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് മരത്തെ കയറി അതാ ചെറിയ എകരങ്ങളിലൂടെയല്ല, അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തത്രയും വലിയ എകരങ്ങളിലെല്ലാം കയറി കായെല്ലാം പറിച്ച് തിന്ന് അത് പിന്നെ പിടിച്ച് ഇറങ്ങി താഴെ ചാടി പിന്നെ നിലത്തോടെ കിടന്ന് മറിയുന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഏത് ഫോറസ്റ്റ് ഏരിയയിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഷോർട്ട് ടൈമിൽ ഒത്തിരി ഫോറസ്റ്റ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഇന്ത്യയിലെ എല്ലാ ഫോറസ്റ്റുകളും പോകണം. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് മസായിമാരെയും പിന്നെ ആമസോൺ ഫോറസ്റ്റിൽ വരെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അപൂർവമായ ചിത്രങ്ങൾ ഇനിയും ക്യാമറയിൽ പതിയാൻ ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. കണ്ണൂരിൽ നിന്നും വിനോദ് മറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി. ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട് തത്സമയം. ഫെലിക്സ്, ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്, ചിലർക്ക് മാത്രം അനുഗ്രഹിച്ച് കിട്ടുന്ന ഒരു കല. അത് ആവോളം സനൂപിനുണ്ട് താനും. ചില സമയങ്ങളിൽ ഒരു മനോഹരമായ ദൃശ്യം കണ്ടാൽ അത് കൃത്യസമയത്ത് ക്യാമറയിൽ പകർത്താനുള്ള ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ സനൂപിന് അതുണ്ട്. ഈ ഒരു മനോഹര ദൃശ്യം എന്ന് പറയുന്നത് 2 പുലികളെയും ഒന്നിച്ചൊരു ഫ്രെയിമിലുള്ളത് പല ഫോട്ടോഗ്രാഫർമാരുടെയും ചിലപ്പോൾ നീണ്ട കാലത്തെ സ്വപ്നമൊക്കെ ആയിരിക്കും. അതാണ് സനൂപ് ഒറ്റ നിമിഷം കൊണ്ട് സാക്ഷാത്കരിച്ചത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ പലർക്കും ഹരമാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിനോട് അത്രമാത്രം ഇഷ്ടം ഉണ്ടാകണം. അപ്പോൾ സനൂപിനെ സംബന്ധിച്ചുള്ള സനൂപ് ഇങ്ങനെ പലയിടങ്ങളിലായി പോയി അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽസാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും കർണാടക വനമേഖലയിലാണ്. അവിടെ പോയപ്പോഴാണ് കരിമ്പുലിയുടെ ദൃശ്യവും ഒപ്പം പുലിയുടെ ദൃശ്യവും ഒക്കെ തന്നെ കിട്ടുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്നു, കാത്തിരിക്കുന്നു, അങ്ങനെ അത് കിട്ടുന്നു, അങ്ങനെ ആ ദൃശ്യം പകർത്തുകയാണ്. അത് ഭാഗ്യമാണ്. നമ്മൾ അത്ര എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് അത്രയും നല്ല റിസൾട്ടുകൾ ഉണ്ടാവുക. അപ്പം മസിനഗുഡി വഴി പോകുമ്പോഴാണ് കരടിയുടെ വിഷ്വൽ വളരെ മനോഹരമായ വിഷ്വലാണ്. അപ്പം അതൊക്കെ തന്നെ ലഭിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും നല്ല വിഷ്വൽസ് കിട്ടാൻ. പ്രത്യേകിച്ചും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ വളരെ ഏറെ സമയം കാത്തിരുന്നാൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് കിട്ടിയ ദൃശ്യങ്ങളാണ് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഇപ്പോൾ സനൂപ് പറഞ്ഞ പോലെ സനൂപ് പെട്രോളിയം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഗൾഫിലാണ്. അപ്പോൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ
ഒരു മാസം ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വരും. അപ്പം ആ ഒരു മാസത്തെ ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസത്തിന് കൂടെ ഭാഗമായാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോവുകയും അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്താൻ കഴിയുകയും ചെയ്തത്. തീർച്ചയായിട്ടും കൂടുതൽ ആശംസകൾ നേരുകയാണ് സനുവിന്. കൂടുതൽ ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ അപൂർവമായ ദൃശ്യങ്ങൾ പകർത്താൻ ഇനിയും സാധിക്കും. സനൂപിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പിടിച്ചൊരു മേഖലയൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിനകത്ത്. പക്ഷേ പ്രകൃതിയെ അടുത്തറിഞ്ഞ് അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തി അങ്ങനെ സന്തോഷത്തോടെ പോകാൻ തന്നെയാണ് സനൂപ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പങ്കുവച്ച വാർത്തകളിലല്ലാതെ ആഗ്രഹങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന മനുഷ്യനാണ്. അതിന് സനൂപ് ആണെങ്കിലും അതെ, ചന്ദ്രൻ ചേട്ടനാണെങ്കിലും അതെ, ഫിദാസ് ആണെങ്കിലും അതെ, എല്ലാവർക്കും അതെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ, അത് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.